ലോകം ഇന്ത്യയെ നോക്കി അത്ഭുതപ്പെടുന്ന കാലമാണിത്. സാമ്പത്തിക ശക്തിയായും സാങ്കേതിക ഹബ്ബായും ഇന്ത്യ കുതിക്കുമ്പോൾ ആ കുതിപ്പിന് വേഗത കൂട്ടാൻ ലോകത്തെ വമ്പൻ കമ്പനികൾ ക്യൂ നിൽക്കുകയാണ്. ഈ നിരയിൽ ഏറ്റവും ഒടുവിലായി എഞ്ചിനീയറിംഗ് ലോകത്തെ ഇതിഹാസം റോൾസ് റോയ്സ് ഇന്ത്യയുമായി കൈകോർക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് എന്ന സ്വപ്നത്തിലേക്ക് ലോകോത്തര സാങ്കേതിക വിദ്യയുമായി റോൾസ് റോയ്സ് എത്തുകയാണ്. ഇത് വെറുമൊരു കൂടിക്കാഴ്ചയല്ല, പുതിയൊരു ഇന്ത്യയുടെ ഉദയമാണ്. 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃഢനിശ്ചയമാണ് വികസിത് ഭാരത്. വിദേശ നിക്ഷേപകരെ വെറും കച്ചവടക്കാരായല്ല, മറിച്ച് ഇന്ത്യയുടെ വികസന പങ്കാളികളായാണ് അദ്ദേഹം കാണുന്നത്. റോൾസ് റോയ്സ് സിഇഒ ഡുഫാൻ എർജിൻ ബിൽജിക്കുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മോദി മുന്നോട്ട് വെച്ചത് ഇന്ത്യയുടെ യുവശക്തിയെയാണ്. നമ്മുടെ യുവാക്കളുടെ നൈപുണ്യവും റോൾസ് റോയ്സിന്റെ സാങ്കേതിക തികവും ഒത്തുചേരുമ്പോൾ അത് ലോകത്തിന് തന്നെ മാതൃകയാവും. ഇന്ത്യയെ ഒരു വിപണിയായി മാത്രമല്ല, മറിച്ച് ഒരു സെക്കൻഡ് ഹോമായാണ് റോൾസ് റോയ്സ് കാണുന്നത്. സിഇഒ ഡുഫാൻ എർജിൻ ബിൽജിക് വ്യക്തമാക്കിയതുപോലെ ഇന്ത്യയിൽ കമ്പനിയുടെ സാന്നിധ്യം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ അവർ പദ്ധതിയിടുന്നു. ഇന്ത്യയിലെ ഗ്ലോബൽ കപ്പാസിറ്റി ആൻഡ് ഇന്നോവേഷൻ സെന്റർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹബ്ബായി മാറ്റുകയാണ് അവരുടെ ലക്ഷ്യം. സിവിൽ ഏവിയേഷൻ, ഡിഫൻസ്, പവർ സിസ്റ്റം എന്നീ 3 മേഖലകളിൽ ഇന്ത്യ ഒരു ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ റോൾസ് റോയ്സ് തയ്യാറെടുക്കുകയാണ്. പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ റോൾസ് റോയ്സിന് വലിയ പങ്കുണ്ട്. സങ്കീർണമായ എഞ്ചിനുകളുടെ നിർമ്മാണവും സാങ്കേതിക വിദ്യയും ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുന്നതിലൂടെ വിദേശ ആശ്രയത്വം കുറയ്ക്കാനാവും. ഇത് ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് കരുത്തേകുമെന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഉന്നതതല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. എഞ്ചിനീയറിംഗ് ലോകത്തെ ഭീമൻ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഇന്ത്യയുടെ ആഗോള സ്വാധീനം വിളിച്ചോതുകയാണ്. എന്തുകൊണ്ടാണ് റോൾസ് റോയ്സ് ഇന്ത്യയെ തിരഞ്ഞെടുക്കുന്നത്? ഉത്തരം ലളിതമാണ്. ഇന്ത്യയുടെ സുസ്ഥിരമായ നേതൃത്വവും വളരുന്ന സമ്പദ് വ്യവസ്ഥയും. നരേന്ദ്രമോദി എന്ന നേതാവ് ലോകത്തിന് നൽകുന്ന ഉറപ്പ് നിക്ഷേപകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഈ പങ്കാളിത്തത്തിലൂടെ ഉന്നത നിലവാരമുള്ള വിതരണ ശൃംഖലകൾ ഇന്ത്യയിൽ രൂപപ്പെടും. ഇത് ചെറുകിട ഇടത്തരം വ്യവസായികൾക്കും വലിയ ഉണർവ് നൽകും. റോൾസ് റോയ്സും ഇന്ത്യയും തമ്മിലുള്ള ഈ ബന്ധം ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകൾ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നു എന്നതിന്റെ മറ്റൊരു തെളിവാണിത്. ഇന്ത്യ വികസനത്തിന്റെ പാതയിലാണ്. ആ പാതയിൽ റോൾസ് റോയ്സിനെ പോലുള്ള കരുത്തരായ പങ്കാളികൾ നമുക്കൊപ്പമുണ്ട്. ഈ കൂടിക്കാഴ്ച പെട്ടെന്നുണ്ടായ ഒന്നല്ല. ഇതിന്റെ തുടക്കം 2025 ഒക്ടോബറിൽ സിഇഒ നടത്തിയ പരാമർശങ്ങളിൽ നിന്നാണ്. അന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ പ്രതിനിധി സംഘത്തോടൊപ്പം മുംബൈ സന്ദർശിച്ച വേളയിലാണ് ഇന്ത്യ ഒരു ആഭ്യന്തര വിപണിയായി വികസിപ്പിക്കാനുള്ള തങ്ങളുടെ താല്പര്യം അദ്ദേഹം ആദ്യമായി പരസ്യമായി പ്രകടിപ്പിച്ചത്. ഇതിനെ തുടർന്ന് റോൾസ് റോയ്സ് ഇന്ത്യയിൽ തങ്ങളുടെ ഗ്ലോബൽ കപ്പാസിറ്റി ആൻഡ് ഇന്നോവേഷൻ സെന്റർ വിപുലീകരിക്കുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. 2025 ഒക്ടോബറിൽ ആരംഭിച്ച ചർച്ചകളുടെയും പ്ലാനുകളുടെയും അടുത്ത ഘട്ടമെന്ന നിലയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള ഈ നിർണായക കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ഇതിലൂടെ ഇന്ത്യയെ റോൾസ് റോയ്സിന്റെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഔദ്യോഗിക നടപടികൾ വേഗത്തിലായിരിക്കുകയാണ്. കേവലം ബിസിനസ് മാത്രമല്ല, ആയിരക്കണക്കിന് ഇന്ത്യൻ എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള ജോലി ലഭിക്കാനുള്ള വഴിയാണിത്. ബംഗളൂരു പോലുള്ള നഗരങ്ങളിലെ റോൾസ് റോയ്സ് സെന്ററുകൾ വഴി ഇന്ത്യൻ പ്രതിഭകൾക്ക് ലോകോത്തര പ്രൊജക്ടുകളിൽ ഭാഗമാകാം. പണ്ട് ചൈനയെ കേന്ദ്രീകരിച്ചിരുന്ന പല വമ്പൻ കമ്പനികളും ഇപ്പോൾ ഇന്ത്യയെ തങ്ങളുടെ സുരക്ഷിത താവളമായി കാണുകയാണ്. ലോകം വിശ്വസിക്കുന്ന ഒരു കേന്ദ്രമായി ഇന്ത്യ മാറിയത് പ്രധാനമന്ത്രിയുടെ നയതന്ത്ര വിജയമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് വെറുമൊരു കമ്പനിയുടെ നിക്ഷേപമല്ല, ലോകത്തിനു മുൻപിൽ തലയുയർത്തി നിൽക്കുന്ന ആത്മവിശ്വാസമുള്ള ഒരു ഇന്ത്യയാണ്. റോൾസ് റോയ്സിന്റെ എഞ്ചിനുകൾക്ക് കരുത്തു പകരുന്നത് ഇനി ഇന്ത്യയുടെ മണ്ണിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയും ഇന്ത്യൻ യുവാക്കളുടെ ബുദ്ധി വൈഭവവുമായിരിക്കും. പണ്ട് വിദേശ സാങ്കേതിക വിദ്യകൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു രാജ്യം മാത്രമായിരുന്നു ഇന്ത്യ. എന്നാൽ ഇന്ന് റോൾസ് റോയ്സിനെ പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ വരുന്നത് അവരുടെ ഏറ്റവും പുതിയ എഞ്ചിനുകൾ ഇവിടെ ഡിസൈൻ ചെയ്യാനും നിർമ്മിക്കാനുമാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നത് ഇപ്പോൾ ഒരു ആഗോള ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നയതന്ത്രം ശ്രദ്ധേയമാണ്. റഷ്യയുമായും അമേരിക്കയുമായും യൂറോപ്പുമായും ഒരേപോലെ നല്ല ബന്ധം പുലർത്തുന്നതിലൂടെ ലോകത്തെ എല്ലാ പ്രമുഖ കമ്പനികൾക്കും നിക്ഷേപം നടത്താൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായ ഇടമായി ഇന്ത്യ മാറി. ഈ സ്ഥിരതയാണ് നിക്ഷേപകരെ ആകർഷിക്കുന്നത്.
ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനവും വില കുറഞ്ഞ ഇന്റർനെറ്റും ഇന്ത്യയുടെ മാറ്റത്തിന് വേഗത കൂട്ടി. ഇത് ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കി. റോൾസ് റോയ്സ് പോലെയുള്ള കമ്പനികൾക്ക് അവരുടെ വിതരണ ശൃംഖല ഏകോപിപ്പിക്കാൻ ഇത് വലിയ സഹായമാണ്. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാമതായിരുന്ന ഇന്ത്യ ഇപ്പോൾ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് മാറിയിരിക്കുകയാണ്. റോൾസ് റോയ്സ് ഇന്ത്യയുമായി സഹകരിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാൻ കൂടിയാണ്. പണ്ട് ലോകത്തിന് ഇന്ത്യ എന്നാൽ ഒരു വലിയ മാർക്കറ്റ് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ലോകത്തിന്റെ പരീക്ഷണശാലയാണ്, നിർമ്മാണശാലയാണ്. ലോകം എന്ത് ചിന്തിക്കണമെന്ന് ഇന്ത്യ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു കയറുന്നത്. ന്യൂയോർക്കിലെ തെരുവുകളായാലും ലണ്ടനിലെ ലാബുകളായാലും ഇന്ന് ഇന്ത്യയുടെ മുദ്രയില്ലാത്ത ഒരിടവുമില്ല. ഇതാണ് പുതിയ ഇന്ത്യ, ഇതാണ് മോദിയുടെ വികസിത് ഭാരതം. ഇന്ന് ലോകം ഇന്ത്യയെ കാണുന്നത് കേവലം ഒരു രാജ്യമായല്ല, മറിച്ച് ലോകത്തിന് തന്നെ കരുത്ത് പകരുന്ന ഒരു സാമ്പത്തിക ശക്തിയായാണ്. അമേരിക്ക മുതൽ ജപ്പാൻ വരെയും ഫ്രാൻസ് മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെയും ഇന്ത്യയുടെ വികസനത്തിൽ പങ്കാളികളാകാൻ മത്സരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയുടെ 5 പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഹബ്ബ് ആക്കുക. റോൾസ് റോയ്സിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ ഇന്ത്യയിൽ സ്ഥാപിക്കുക. ഇതിലൂടെ ലോകമെമ്പാടുമുള്ള റോൾസ് റോയ്സ് വിമാനങ്ങളുടെയും കപ്പലുകളുടെയും സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ നിന്ന് നിയന്ത്രിക്കപ്പെടും. പ്രതിരോധ മേഖലയിലെ ആത്മനിർഭരത. യുദ്ധവിമാനങ്ങളുടെയും നാവികസേനാ കപ്പലുകളുടെയും എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനും അതിന്റെ സാങ്കേതിക വിദ്യ കൈമാറുന്നതിനും വഴിയൊരുക്കുക. യുവാക്കൾക്ക് ഉന്നത തൊഴിലവസരങ്ങൾ. വെറും നിർമ്മാണ ജോലികൾ മാത്രമല്ല, സങ്കീർണമായ എഞ്ചിനീയറിംഗ് ഡിസൈനുകൾ തയ്യാറാക്കാൻ നമ്മുടെ യുവ പ്രതിഭകളെ പ്രാപ്തരാക്കുക. ആയിരക്കണക്കിന് ഉയർന്ന ശമ്പളമുള്ള തൊഴിലുകൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. വികസിത് ഭാരത് 2047. 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇത്തരം വമ്പൻ കമ്പനികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. നിർമ്മാണ മേഖലയുടെ രാജ്യത്തിന്റെ GDP വർദ്ധിപ്പിക്കുക. സുസ്ഥിര ഊർജം. റോൾസ് റോയ്സിന്റെ നൂതനമായ ലോ കാർബൺ എനർജി സംവിധാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത് കരുത്തു പകരും. സുഹൃത്തുക്കളെ, റോൾസ് റോയ്സ് സിഒയുമായുള്ള ഈ കൂടിക്കാഴ്ച വെറും ഒരു ഔദ്യോഗിക ചടങ്ങല്ല, ഇത് മാറുന്ന ഇന്ത്യയുടെ അടയാളമാണ്. പണ്ട് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഒരു വിപണിയായി മാത്രം കണ്ടിരുന്നിടത്ത് ഇന്ന് ഇന്ത്യ ലോകത്തിന്റെ നിർമ്മാണശാലയായും ബുദ്ധി കേന്ദ്രമായും മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും വികസിത് ഭാരത് എന്ന ലക്ഷ്യവും യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇത്തരം ആഗോള പങ്കാളിത്തങ്ങൾ അനിവാര്യമാണ്. ആപ്പിൾ മുതൽ റോൾസ് റോയ്സ് വരെയും ഗൂഗിൾ മുതൽ NVIDIA വരെയും ഇന്ത്യയെ തേടിയെത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിരതയിലും കരുത്തിലും വിശ്വസിച്ചാണ്. ആത്മനിർഭർ ഭാരതത്തിന്റെ ചിറകിലേറി ലോകോത്തര സാങ്കേതിക വിദ്യയുമായി കൈകോർത്ത് ഇന്ത്യ കുതിക്കുകയാണ്. ഈ കുതിപ്പ് അവസാനിക്കുന്നത് 2047 ഒരു വികസിത ഭാരതമായിട്ടായിരിക്കും. വരും തലമുറയ്ക്ക് അഭിമാനത്തോടെ പറയാം, നമ്മൾ വെറും ഒരു സാമ്പത്തിക ശക്തിയല്ല, ലോകത്തെ നയിക്കുന്ന വിശ്വഗുരുവാണെന്ന്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.